കൂടുതൽ ദൗത്യ സംഘം RRT സംഘത്തെ കൂടുതലായി അങ്ങോട്ട് എത്തിക്കുമെന്ന് നേരത്തെ തന്നെ സംസാരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും അവിടെ വനപാലകർ എത്തിയിട്ടില്ല എന്നത് ഗൗരവകരമായി കാണുന്നു. മിനിസ്റ്റർ, ഇതുവരെയും ഈ സംഭവം ഉണ്ടായി ഇതുവരെയും അവിടെ വനപാലകരൊന്നും എത്തിയിട്ടില്ല എന്നാണ് ആളുകളുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കും. ഇതുവരെയായിട്ട് അവരവിടെ എത്തിയെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ ആളുകൾ ഇപ്പൊ തന്നെ അന്വേഷിക്കും, പരിശോധിക്കും. ആളുകൾ റോഡ് ഉപരോധിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് അവരുടെ ആവശ്യം ജില്ലാ കളക്ടറും അതുപോലെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ വന്നാലേ അവർക്ക് ആവശ്യമായ ഉറപ്പുകൾ നൽകിയാലേ അവർക്ക് സഹകരിക്കാനാകുമെന്ന നിലപാടാണത്. അത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ അയക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. നേരത്തെ ഈ ആന ജനവാസ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്, റേഡിയോ കോളർ ഘടിപ്പിച്ച പുതിയൊരു ആന വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയിരുന്നു. പക്ഷെ അതിനെ തുരത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അല്ല, അത് കാട്ടിനകത്ത് കടന്ന് തുരത്താൻ പറ്റില്ല. നാട്ടിൽ പുറത്തു വരുമ്പോഴേ തുരത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആനസ്നേഹികൾ മൃഗസ്നേഹികളൊക്കെ ഇങ്ങനെ വനവകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? അതായത് ആനയെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് രണ്ടു വശത്തു നിന്നും സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കൃത്യനിർവഹണത്തിൽ ദുർബലരായി പോകും. അവർക്ക് കരുത്ത് പകർന്ന് നൽകിക്കൊണ്ട് മാത്രമേ ഏത് കാര്യവും ചെയ്യാൻ കഴിയൂ എന്ന വസ്തുത സാവകാശത്തിൽ അവർ ഉൾക്കൊള്ളണമെന്നേ ഞാൻ ഇപ്പം ഒരു പ്രതിഷേധത്തിൻ്റെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ പെട്ടെന്നത് മനസ്സിലാവില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത ദയവായി അവർ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വയനാട്ടിലെ സാഹചര്യം മുഖ്യമന്ത്രി അടക്കം ബോധ്യപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്താമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ RRT സംഘത്തെ അങ്ങോട്ട് എത്തിക്കുന്നു. അത് എന്തൊക്കെയാ ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. ശരി.